രാജ്യത്തുള്ളവരൊക്കെ കഴിക്കണതമ്മ. അതല്ലാതെ കൊടുക്കും. അത് എക്സ്പോർട്ടിങ് കൊടുത്തു. ഫ്രഷ് മീനാണ്, ഉള്ളത് പച്ചാണ്. 50 രൂപ കൂടി പോയാലും ഉള്ളത് പച്ച. ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രത്തുള്ള പുതിയൊരു വലിയ ഫിഷ് മാർക്കറ്റിനെ പറ്റിയാണ് കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ചാലായിട്ടുണ്ടെങ്കിലും അവസാനത്തെ ഒരു വർഷമാണ് നല്ല ആക്റ്റീവായിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് നല്ല കിടിലം ഫ്രഷ് മീൻ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം അത്ര ആ ഒരു കവറിൽ കൊടുത്ത മീൻ വന്നിട്ട് 200 രൂപയാണ്. അതിനുശേഷം നമുക്ക് നൊത്തോലിയും ചാളയൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റും. കണവുണ്ട്. കണവ് അത്രയും ചേച്ചി എത്ര ചേച്ചി? 200 അല്ലേ? ബാക്കി നൊത്തോലിയൊക്കെ 50ൻ്റെ കൂറാണ് നൊത്തോലി കേട്ടോ. മത്തി 100. ഓക്കെ, മത്തി 100 നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേസ്. അത് കഴിഞ്ഞ് നമുക്ക് അമ്മച്ച് കൂറെല്ലാം 50ആണ്. നൊത്തോലിയൊക്കെ 50, കൊഞ്ച് 100. കൊഞ്ച് 100. ഇത് ഈ കൊഞ്ച് വെള്ള കൊഞ്ച് 100 രൂപയാണ്. നൊത്തോലി 50, കൊഞ്ച് നൊത്തോലി 50, കൊഞ്ച് 100. അതിനുശേഷം ഇവിടെ ആണെങ്കിൽ ചെറിയ സൈസ് ചൂര ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ അമ്മച്ചി വില? 3 100 രൂപ. ഇപ്പുറത്തെ കിളിമീനാണ്. കിളിമീനല്ലേ? അവര അത് 200 രൂപ. എത്ര പീസ്? 5 4 പീസ് 200 രൂപ. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരും. അടുത്ത ചേച്ചിയുടെ കട വാളയാണ് ഇവിടെ കൂടുതലായിട്ട്. വാളയും ചൂരയുണ്ട്. ചേച്ചി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീനൊക്കെ. നവര 100. വാളയൊക്കെ എങ്ങനെയാ ചേച്ചി വില? വാളൊക്കെ വാള 200 രൂപ. 4-5 പീസ് ഉണ്ട്. മീനൊക്കെ സംഭവം ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ. മീനൊക്കെ എങ്ങനെയാ വില? പറഞ്ഞോ ചേച്ചിയുടെ സംസാരം. 6-200 അല്ലേ? ഓക്കെ. നമ്മള് സാധാരണ ചന്തയിൽ എപ്പോഴാ മീനുള്ളത്? എപ്പോഴും ഉണ്ട്. വൈകിട്ടാണ് സാധാരണ. എത്ര മണിക്ക് മുതലാ വരുന്ന? 2 മണി മുതൽ. എല്ലാ ദിവസവും ഉണ്ടോ? ഞായറാഴ്ച പോയിട്ട് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഈ മീന് പൊതുവെ നമ്മളെ ട്രിവാൻഡ്രത്ത് നിന്നുള്ള മീനാണ്? അതാ പുറത്തുള്ള മീൻ? അടിമലത്തറുള്ളതും വിഴിഞ്ഞത്തുള്ളതും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ പല ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു പുറത്തുനിന്നുള്ള മീനൊക്കെ വരുമെന്ന്. അതിനെപ്പറ്റി എന്ത് പറയുന്നു? പുറത്തുനിന്നുള്ള മീനൊന്നും നമ്മൾ എടുക്കാൻ പോകില്ല. നമ്മൾ ഇവിടുത്തെ മീൻ തന്നെയാണ്. ഇവിടുത്തെ മീൻ തന്നെയാണ്. ഫ്രഷ് മീൻ തന്നെയാണ്. ഓക്കെ. 4 മണി തൊട്ട് 11 മണി വരെ ഇവിടെ ചന്ത. ഓക്കെ, 11 മണി വരെ. അമ്മച്ചിയുടെ പേരെങ്ങനെയാണ്? റോസ്ലി. എവിടെ നിന്ന സ്ഥലം? എവിടെ? ഓ, അടിമലത്തറക്കാരിയാണ്. എന്തൊക്കെ മീനുണ്ടോന്ന് പറയോ? എല്ലാ മീനും ഒന്ന് ജസ്റ്റ് ഒന്ന്. കരുവാട് ഉണക്കമീൻ എത്ര രൂപ? ഒരു പങ്ക് 50. അടുത്ത ഇറച്ചി എത്ര പീസാ? 2 പീസ് 100 രൂപ. ഓക്കെ. അടുത്ത മീന്? വങ്കട എങ്ങനെ? 1 100 രൂപ. ഇത് ക്ലാത്തിയാ? അതെങ്ങനെ? 8 ക്ലാത്തി. പൊതുവെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുരുമുളക് കൂടെ ഇട്ടാ മതി. ഓക്കെ. ഇനി അടുത്തത് കുട്ടിച്ചൂര. അതെങ്ങനെ റേറ്റ് വരുന്നത്? 3 കുട്ടിച്ചൂര 100 രൂപ. ഓക്കെ. ഇതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാരെ ചോദിച്ചായിരുന്നു. ഇതെന്ത് മീന? സിലോപ്പിയാണല്ലേ? ഓക്കെ. ഇത് കായലിലെ മീനല്ലേ? ഓ, ഓക്കെ. അരിന്ന് പിടിച്ചാണ്? പൊഴിന്ന് പിടിച്ച്. ഓ, ഓക്കെ. അതെങ്ങനെ റേറ്റ് എങ്ങനെ വരും? 4 മീൻ 100 രൂപ. ഓക്കെ. ഇതെന്താ സാധനം? വലിയ ക്ലാത്തിയാണല്ലേ? ഓക്കെ. നിങ്ങൾ മിക്കയാണ് ഞാൻ പിറക്കി വെച്ച മീൻ.
ചൂരയും കിളിമീനൊക്കെയാണ്. സത്യമായിട്ട് അതുകൊണ്ട് അണ്ണന് 120 3 കൊടുക്കുന്നത്. നമ്മളെ ഈ അഴക്ക മീൻ വാങ്ങിക്കാൻ ഞാൻ പോയില്ല. വേണമെങ്കിൽ ഞാൻ നാളെ കൊണ്ടുതരാം. ചേച്ചി എന്തുണ്ട് വിശേഷമൊക്കെ? അങ്ങനെയൊക്കെ പോണു സഹോദര. ഇനി എന്തൊക്കെ മീനുണ്ട്? ഇവിടെ ചൂരയുണ്ട്, നുത്തോലിയുണ്ട്, കഴിയാളുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു ഇവിടെ. അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ പേര് കണ്ടിട്ട് സ്ഥലം എവിടെയെന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ അകത്ത് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു സംശയം വന്നിട്ട് വെളിയിൽ നിന്നുള്ള മീനൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. വിഴിഞ്ഞത്തുള്ള മീനുകൾ തന്നെ വരുന്നു. നമ്മളെ അടിമലത്തുള്ള മീനും ഉണ്ട്, പുല്ലുള്ള മീനും ഉണ്ട്. വരവ് മീനായിട്ട് ഇവിടെ വരൂല. ഓക്കെ. മീനൊക്കെ എങ്ങനെയാണ്? റേറ്റ് ഒക്കെ എങ്ങനെയാണ്? റേറ്റ് ഒക്കെ ഇപ്പൊ മീനുകൾ കുറവായിരുന്നോണ്ട് ഭയങ്കര റേറ്റ് ആണ്. അപ്പൊ ഇപ്പോൾ ഉള്ള മീനൊക്കെ റേറ്റ് പറയോ? ഇപ്പോൾ ഉള്ള മീനിന്റെ റേറ്റ് പറയോ? 5 എണ്ണം കുട്ടിച്ചൂര 200. ഓക്കെ. നൊത്തോലി 50, കൊഴിയാള 100. നമ്മളിവിടെ വരുമ്പോ നമ്മള് മീന് മലിവിന് ഭയങ്കര വിലക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ മലിവിനാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലാവുന്നോ? നമ്മൾ അവിടെ കൊടുത്ത പൈസക്കല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് പകുതി പൈസക്കേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ കടപ്പുറത്തുനിന്ന് വാങ്ങിച്ച കാശിനല്ല നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ മലിവിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും വന്നതിന് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഫ്രഷ് മീനുകൾ കിട്ടും. ഉറപ്പാണ്. ഓക്കെ. മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റേറ്റ് ഒക്കെ ചോദിക്കാം. എന്നുവെച്ചാൽ എന്തൊക്കെ മീനുണ്ടെന്ന്? കൊഞ്ചുണ്ട്, മത്തി, തലയും മുള്ളുണ്ട്. തലയും മുള്ള ഇതൊക്കെ പറയോ? റേറ്റ് എങ്ങനെ? ഇതൊന്ന് എടുത്ത് കാണിക്കോ? ഇത് എത്ര രൂപ വരുന്ന റേറ്റ്? ഇതൊരെണ്ണ 200 രൂപ. അതെന്താ 200 രൂപ? അതിന്റെ ബാക്കി മസിലൊക്കെ ഇവിടെ പോയി. തല മാത്രമല്ല രാജ്യത്തുള്ളവരൊക്കെ കഴിക്കണതമ്മ. ആണോ? അതല്ലാതെ കൊടുക്കും? അത് എക്സ്പോർട്ടിങ് കൊടുത്തു. ഇത് ബാക്കി ഇവിടെ ഉള്ളവർക്കുള്ളതാണ് സംഭവം. 200 രൂപ അല്ലേ? 200. തിരക്കണ്ട മീൻ വാങ്ങിച്ചുള്ള തിരക്കണ്ട ആൾക്കാരുടെ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കരിമീൻ എഴുതോ പല രോഗവും മാറുന്നു. തോല് എഴുതോ നരമ്പൊക്കെ ഉറപ്പാണ്. നട്ടെല്ല് പൊട്ടിയാലും ഉത്തോലിയാണ് കൊടുക്കാൻ പറയുന്നത് വൈദ്യര്. വലിയ സൈസ് ചൂരയൊക്കെ എങ്ങനെയാ റേറ്റ്? വലിയ ചൂര 500 രൂപ, ചെറിയ ചൂര 200 രൂപ, വങ്ങട 150 രൂപ, നുത്തോലി 50 രൂപ. ഇഷ്ടമുള്ള കണ്ടെടുക്കാം. നിങ്ങളെ ഓടിവ കൊണ്ടുപോകും. ഒരു ലൊക്കേഷൻ നേരെ വന്നിട്ട് വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബാലരാമപുരത്തോട്ട് പോകുന്ന വഴിയാണ്. ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് ചാവടി നട എന്ന് പറയും. ചാവടി നട ഒരു നമ്മുടെ റേഷൻ കടയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു വലിയൊരു ചന്ത ഉള്ളത്. ഏകദേശം ഒരു 20ഓളം സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും.